കാലയളവിൽ വ്യത്യസ്ത തലങ്ങളിൽ തന്റെ കഴിവ് കാണിച്ചിട്ടുള്ള മറ്റാരേക്കാൾ മികച്ച നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമാ തിരക്കഥകൾ സാധാരണ മനുഷ്യന്റെ ഹൃദയവുമായി ചേർന്ന് നിന്നിട്ടുള്ള തിരക്കഥകളാണ്. അതിലെ സംഭാഷണങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരുന്നു. കാലിക പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ സിനിമയിലൂടെ സമൂഹത്തിനോട് അവതരിപ്പിക്കാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് ചർച്ച ചെയ്യപ്പെടാനും ഇടവന്നിട്ടുള്ള ഒട്ടേറെ സന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധാന മികവിലും വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിട്ടുള്ളവർ മോഹൻലാല്, അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ എല്ലാം ഒരു കോമ്പിനേഷൻ വ്യത്യസ്തമായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഒരു സകലകലാ വല്ലഭനായിരുന്നു. 48 വർഷക്കാലം മലയാള സിനിമയ്ക്ക് അമൂല്യമായ സംഭാവന നൽകിയ മഹാനായ ആ മനുഷ്യനെ ഞാൻ ഓർക്കുന്നു. ചെയ്ത എല്ലാ സംഭാവനകൾക്കും നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ വേർപാട് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. ഗവൺമെന്റിന് വേണ്ടിയുള്ള അനുശോചനം, വ്യക്തിപര അനുശോചനം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സിനിമകൾ പ്രത്യേകിച്ചും ഈ ഹാസ്യ കലാരൂപങ്ങളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഏത് രീതിയിലാണ് തന്നെ മലയാള സിനിമയുടെ ഗതി മാറ്റിയ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അതില് നാടോടിക്കാറ്റ്, വരവേൽപ്പ്, പട്ടണപ്രവേശം തുടങ്ങിയ ഒരുപാട് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകളിലെ ഈ വ്യത്യസ്ത തലത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ പ്രയോഗങ്ങൾ, അത് വളരെ കുറിക്കുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും വളരെ കലാമൂല്യമുള്ള സിനിമകളായിരുന്നു. തമാശയിലൂടെ സാധാരണ മനുഷ്യന്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സമൂഹത്തിനും അവതരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ സിനിമകൾ മികവായിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സകലകലാ വല്ലഭനായിരുന്നു ശ്രീനിവാസൻ എന്ന കാര്യത്തിൽ സംശയം. തീർച്ചയായിട്ടും തീരാ നഷ്ടമാണ്, വലിയൊരു നഷ്ടമാണ്. 2 വർഷം കഴിഞ്ഞാൽ 50ാമത് വർഷത്തിലേക്ക് കടക്കേണ്ട സന്ദർഭമാണ്. വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായിരുന്നത്.